ഗൈസ്, എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. പതിവ് പോലെ എൻ്റെ മോന് ഫുഡൊക്കെ കൊടുത്ത് കഥയിൽ വന്ന് കിടക്കുന്നതാണ് കേട്ടോ. എല്ലാം ശ്രദ്ധിച്ച് കേട്ട് കിടക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. എല്ലാം കേട്ടുകൊണ്ടിരിപ്പോട്ടെ, ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. ശ്രദ്ധയ്ക്കൊന്നും ഒരു കുറവില്ല. ഇവൻ എന്താ ഇപ്പോൾ ഒരു കുസൃതി കാണിച്ചെന്നറിയാമോ ഗൈസ്? അപ്പോൾ നാളെ ഇന്നത്തെ പൂവൊക്കെ മേടിച്ച് ഞങ്ങൾ പൂജയൊക്കെ രാവിലെ ചെയ്ത് കേട്ടോ. പൗഡറൊക്കെ ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ നാളെ വെള്ളിയാഴ്ചയല്ലേ, അപ്പോൾ നാളെ വെള്ളിയാഴ്ച ഇവിടെ പൂക്കാരത്തികളൊന്നും ഉണ്ടാവില്ല. മാർക്കറ്റിൽ പോകണം, ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ നാളത്തേക്കുള്ള പൂ മേടിക്കാൻ വേണ്ടി പോയതാണ്. ഇന്നേ മേടിച്ച് വെക്കും ഞങ്ങൾ. നാളെ രാവിലെ വിളക്കത്തിക്കല്ല. പിന്നെ ഒത്തിരി വ്യാഴാഴ്ച, ചൊവ്വാഴ്ച, ശനിയാഴ്ചയൊക്കെ ഇവിടെ നമ്മുടെ ഇവിടെ പൂക്കാരത്തികൾ ഇരിക്കുവേ. അപ്പോൾ അവർ കൊണ്ടുവന്ന് തരും. അപ്പോൾ ഞാൻ വെള്ളിയാഴ്ചത്തെ പൂ മേടിക്കാൻ വേണ്ടി ഒന്ന് പോയിട്ട് ഞാൻ പറഞ്ഞു, ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരും, മോനെ ഇവിടെ ഇരുന്നോ, ഞാൻ പൂ മേടിച്ചുകൊണ്ട് വരട്ടെ, നാളെ നമുക്ക് പൂജ ചെയ്യണ്ടേ, രാവിലെ പൂജ ചെയ്യണ്ടേ, അപ്പോൾ പൂക്കാരത്തി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പതിവ് മേടിക്കുന്ന ഒരു പൂക്കാരത്തി ഉണ്ട്. അപ്പോൾ അവർ ഒത്തിരി പൂവൊക്കെ നല്ലതായിട്ട് തരും കേട്ടോ. അപ്പോൾ ഇവൻ ഞാൻ തിരിച്ചു വന്നപ്പോൾ കാണിച്ച കോഷ്ടി എന്താണെന്നറിയാമോ? ആ ദേഷ്യം കണ്ടിട്ട്, ഞാൻ പോയ ദേഷ്യം കണ്ടിട്ട് അവൻ ഈ ബെഡ്ഷീറ്റൊക്കെ ചൂളിക്കി കൂട്ടി ഞാൻ വന്നപ്പോൾ ആകെ ഇതായിട്ടിരിക്കുന്നു കേട്ടോ. ഇനി ഞാൻ വന്ന് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടാണ് പോയി അവന് ഫുഡൊക്കെ കൊടുത്തിട്ട് വന്നത്. അത് അങ്ങനത്തെ കുസൃതിയായിട്ടോ ഇവൻ കാണിക്കുന്നത്. ഇവനിങ്ങനെ ഇരിക്കുന്നൊന്നും നോക്കണ്ട, വില്ലനാണ്, കുസൃതി കാണിക്കുന്നതാണ്, കുസൃതി. എവിടെ പൗഡർ ഇടട്ടെ, ഇങ്ങോട്ട് വാ, മോൻ കാണിച്ചതാ, കണ്ണൊക്കെ കാണിച്ചെന്നേ, കണ്ണ് കാണിച്ചതാ, ഇങ്ങോട്ട് കാണിച്ച മമ്മിക്ക്, കയ്യെത്തുന്നില്ല. അപ്പോൾ കിടന്നു വരുന്നേ. ചേച്ചി പോകാൻ ഇറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. ചേച്ചി പോകാനൊക്കെ ഇറങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ ഏത് ബെഡ്ഷീറ്റിൽ നോക്കിയിരുന്നാലും ഇവൻ്റെ ടോയ്സാണ് കേട്ടോ. അപ്പുറത്തെ ബെഡിൽ നോക്കിയിരുന്നാൽ കുറേ ബോളും ബോണും ഒക്കെ, ഇപ്പുറത്തെ ബെഡിൽ നോക്കിയിരുന്നാൽ കുറേ ബോണും ബോളൊക്കെ. എന്താ, നമ്മളെവിടെയെങ്കിലും വച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് കടിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെയൊക്കെ ഇടും. അപ്പം മോള് പറയുന്നുണ്ട്, ഏത് ബെഡിൽ നോക്കിയിരുന്നാലും ഇവൻ്റെ ബോളും ഇവൻ്റെ ടോയ്സും മാത്രമല്ലേ ഉള്ളൂ മമ്മി എന്ന് പറയുന്നു. അവനെല്ലാം കടിച്ച് പിന്നെ അവനെവിടെ പോകാൻ, എവിടെ ഇരുന്നല്ലേ, എല്ലാ ബെഡ്റൂമിലും ഇവൻ്റെ ബോളുകളും ഒക്കെയാണ് കേട്ടോ. നല്ല കാറ്റുണ്ട് ഇവിടെ, പക്ഷേ ഭയങ്കര ചൂടും കേട്ടോ. എന്താണെന്നല്ല, മഴയൊന്നുമില്ല, കുറച്ച് നേരം നല്ലൊരു കാറ്റ് വരും, പിന്നെ ഉണ്ടാകത്തില്ല, ഭയങ്കര ചൂടും കേട്ടോ. പിന്നെ ഒരു കൈയൊക്കെ കൊടുത്തേ എല്ലാവർക്കും അമ്മയുടെ വായ അടിച്ച് പിച്ചൊടി, നമ്മുടെ പൊന്നു വായ അടിച്ച് വെച്ചൊടി. ഇന്ന് കുക്കിംഗ് വീഡിയോ എടുത്തില്ല കേട്ടോ ഗൈസ്. ഇന്ന് വ്യാഴാഴ്ചയൊക്കെയല്ലേ, ലക്ഷ്മി വാറൊക്കെ അല്ലേ. ഞങ്ങൾ വ്യാഴവും വെള്ളി എന്നൊക്കെ പറഞ്ഞാൽ വ്യാഴാഴ്ച ഗൃഹലക്ഷ്മി വാർ, വെള്ളിയാഴ്ച വരലക്ഷ്മി വാർ. അപ്പോൾ എല്ലാ ദിവസവും പൂവും തുളസിയും കൂളത്തലയൊക്കെ വെച്ച്, എൻ്റെ വീട്ടിൽ കൂളത്തലയുണ്ട്, വർഷങ്ങളായിട്ട് ഞങ്ങൾ കത്തിക്കുന്ന കേട്ടോ, വിളക്ക് കത്തിക്കുന്ന. പക്ഷെ വ്യാഴാഴ്ച എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൃഷ്ണമന്ത്രവും നാരായണ മന്ത്രമൊക്കെ ഒത്തിരി നേരം ഇന്ന് ജപിക്കുകയൊക്കെ വേണ്ടേ. അപ്പോൾ അത് കാരണം ഇന്ന് കുക്കിംഗ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ശനിയാഴ്ചയൊക്കെ അങ്ങനെയാണ് കേട്ടോ, തുളസിയൊക്കെ കൊണ്ടുവന്ന് തുളസി മന്ത്രമൊക്കെ ചൊല്ലുന്ന ദിവസമാണ് വ്യാഴാഴ്ചയും ശനിയാഴ്ചയൊക്കെ. അപ്പോൾ അത് കാരണം ഇന്ന് കുക്കിംഗ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം കുക്കിംഗ് ചെയ്യുന്ന ഇത്തിരി ലേറ്റായിട്ടേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു, അടി തൊട, അത് ഇത്, പൂജാ റൂം അടക്കൽ, എല്ലാ സാധനവും കഴിഞ്ഞു, കഴുകൽ പിടിക്കൽ മുകളിൽ എല്ലാം കഴിഞ്ഞിട്ട് വിളക്ക് കത്തിക്കാൻ പോയി. മോക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് മോള് പോകുന്നു. അപ്പോൾ ഇനി പതുക്കെ ഇരുന്നൊക്കെ ചോറും കറിയൊക്കെ ആക്കുള്ളൂ. പിന്നെ രാത്രി റൊട്ടിയാണ്. അപ്പോൾ ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പൂ മേടിക്കാൻ പോയി. രാവിലത്തെ പൂവ് എൻ്റെ ഹസ്ബൻഡ് മേടിച്ചുകൊണ്ട് വന്നു. ഞാൻ രാവിലെ തന്നെ ഞങ്ങൾ 9:30 വിളക്ക് കത്തിക്കും കേട്ടോ. 9:10 വിളക്ക് കത്തിക്കും. പിന്നെ വൈകുന്നേരം. അപ്പോൾ നാളെ ആകുമ്പോൾ പൂക്കാരത്തികൾ ഇവിടെ വളരെ കുറവായിരിക്കും. ഞങ്ങൾ സ്ഥിരം മേടിക്കുന്ന ഒരു ചേച്ചിയുണ്ട്. അപ്പോൾ ആ ചേച്ചി ഞാനൊരു ദിവസം വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ആ ചേച്ചി കുറേ പൂക്കളൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഫ്രീ ആയിട്ട് തരും. എനിക്ക് നല്ല 2-3 റോസാപ്പൂവ് തന്നു, അതും കൊണ്ടൊന്നും ദൈവത്തിന് വെച്ചു, ഫ്രീ ആയിട്ട് കേട്ടോ.
കാരണം അവർക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ഹെൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ പൂക്കളൊക്കെ നല്ല ഹാരങ്ങളൊക്കെ തരും. അപ്പോൾ അതുകൊണ്ട് നാളെ വെള്ളിയാഴ്ചയല്ലേ, ശനിയാഴ്ച ഇനി അവർ വരും. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങൾ, ഫെസ്റ്റിവൽ സമയം അതൊക്കെ എന്നും ഉണ്ടാവും കേട്ടോ. വർത്താനം പറഞ്ഞപ്പോൾ അവന് മതിയായി കേട്ടോ. അതാ ഇങ്ങനെ എണീറ്റിരിക്കുന്നത്. പൊന്നുവിനെ പറ്റി പറയാം. ഞാൻ പൊന്നിനെ പറ്റി പറഞ്ഞില്ലല്ലോ ഗൈസ്. ആ പൊന്നിനെ പറ്റി പറയാട്ടാ. ഒരു ഹായ് പറഞ്ഞു കൊടുത്തേ, ഒരു ഹായ് എല്ലാ ചേച്ചിമാർക്ക് ചേട്ടന്മാർക്കൊക്കെ ഒരു ഹായ് കൊടുത്തേ, പൊന്നു, ഒരു ഹായ് കൊടുത്തേ പൊന്നു. അമ്മയുടെ പൊന്നൊരു ഹായ് കൊടുത്തേ. അമ്മയുടെ ഗുഡ് ബോയ് അല്ലേ? ഗുഡ് ബോയ് അവിടെ ചേച്ചീരെ പൊന്നു മോനല്ല. ബാ ഹായ് എന്ന് കൊടുത്തേ. കൈയുടെയൊക്കെ കുറഞ്ഞു കേട്ടോ, ചെറിയതേ കേട്ടോ, ചെറുതാണേ. മതി കുറച്ച് ഒരാഴ്ചത്തെ മെഡിസിനിൽ അത് കുറയും കേട്ടോ. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല ഗൈസ്. അപ്പോൾ ഡെയിലി ഇവനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ ഇവനെ മാത്രമായിട്ട് ഇപ്പോൾ 2-3 ദിവസമായി കേട്ടോ വീഡിയോ ഇട്ടിട്ട്. അതുകൊണ്ടാണ് ജനലിൻ്റെ പുറത്തോട്ടൊക്കെ ഒന്ന് നോക്കുന്നത് കേട്ടോ. ബുള്ളറ്റ് ഉണ്ടോ എന്നൊന്ന് മുകളിലേക്ക് നോക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് കണ്ടോ, ജനലിൻ്റെ പുറത്തേക്കൊക്കെ ഒന്ന് നോക്കുന്ന ഗേറ്റിൻ്റെ അവിടെയൊക്കെ. പിന്നെ നല്ല പൊക്കമുണ്ട് കേട്ടോ, ഈ നല്ല നീളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എവിടെ നിന്നാലും കാണാൻ പറ്റും. ചാടിയില്ലെങ്കിലും അവനെ നല്ലവണ്ണം കാണാം കേട്ടോ. അവിടെ ചെന്ന് നോക്കണം അവൻ. ഇങ്ങോട്ട് ഞാൻ ഇരിക്കുന്നിടത്ത് ഇങ്ങനെ വരണം കേട്ടോ. വിളിച്ചിട്ട് എന്താ വരാത്തേ ചോദിക്കട്ടെ മാമ? എന്താ വിളിച്ചിട്ട് വരാത്തേ പൊന്ന്? ഇപ്പോൾ വന്ന് അനുസരണയില്ല പൊന്നിന്, ഇല്ലേ? ഇപ്പോൾ പൊന്നിന് ഒരു അനുസരണയില്ല. മമ്മി കുറേ സ്നേഹം തരുമ്പോൾ പൊന്ന് അനുസരണ ഇല്ലാതാകുന്നു, വഷളാവോ? ഇനി അനുസരണ ഇല്ലാതാവോ? എല്ലാം പറയുന്നത് മനസ്സിലാവും കേട്ടോ. എൻ്റെ കൈ ചൂണ്ടുന്നതാണ് ഈ പിടിക്കുന്നത് കണ്ടോ. ചൂണ്ടരുതെന്ന് പറയുന്ന ഞാൻ ചൂണ്ടി സംസാരിക്കുന്നത്. നീ ഇനി അനുസരണയുള്ളവനാവോ? ഇനി അനുസരണയുള്ളവനാവോ? അനുസരിക്കോ? കൈ ചൂണ്ടി സംസാരിച്ചതിന് ആ മുഖം കൊണ്ട് തട്ടുന്ന കേട്ടോ. കൈ ചൂണ്ടി സംസാരിക്കാൻ പാടില്ല, നിർത്തും മമ്മി എന്നാണ്. നീ ഇനി അനുസരിക്കോ? കണ്ടോ കൈ ചൂണ്ട കണ്ടോ കാണിക്കുന്നത്. അനുസരിക്കോ നീ? മമ്മിയുടെ മോൻ അനുസരിക്കോ? നല്ല കുട്ടിയാവോ പൊന്നു? ഞാൻ ഇനിയും ചൂണ്ടി സംസാരിക്കും കണ്ടോ. ഇപ്പോൾ അനുസരണയേ ഇല്ല പൊന്നില്ല. കണ്ടോ കൈക്ക് നോക്കൂ, കൈ അങ്ങനെ കാണിച്ച് സംസാരിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അതാണേ. അവിടെ ഇരിക്കെ, ബോഷ് അവിടെ ഇരിക്കെ. നല്ല കുട്ടിയാകെ മമ്മി പറഞ്ഞാൽ അനുസരിക്ക്. അനുസരണ ഇല്ലാതെ വന്നാലുണ്ടല്ലോ പറഞ്ഞാൽ അനുസരിക്ക്. എല്ലാവർക്കും ഒരു ഹായ് തന്നേ പൊന്നു. തരൂലേ? എല്ലാവർക്കും ഒരു ഹായ് തന്നേ. ഒരു ഹായ് താ എല്ലാ ചേച്ചിമാർക്ക് ചേട്ടന്മാർക്ക് ഹായ്. വെരി ഗുഡ്. ഹായ് തന്നെ കേട്ടോ എല്ലാ ചേച്ചിമാർക്ക് ചേട്ടന്മാർക്ക്. ആ കൈ കൊണ്ട് കൊടുത്തേ, ആ കൈ കൊണ്ട് ഹായ് കൊടുത്തേ. ഹായ് എന്ന് പറഞ്ഞേ എല്ലാവർക്കും ഹായ് എന്ന് പറഞ്ഞ് പൊന്നു. ഹായ് എന്ന് പറഞ്ഞേ എല്ലാ ചേച്ചി ചേട്ടന്മാർക്കും. കിടക്കുന്നതാണോ? നീ ഹൈ തരൂലേ? ഒരു ഹൈ തരൂളോ? ബോണെന്തേ മോൻ്റെ ബോൺ അവിടെ? ഇതാണോ ബോൺ? കയറി പിടിക്കണാ കള്ളൻ. ഇത് കണ്ടോ ചാടുന്നത്? പിടിക്കുന്നുണ്ടോ ചാടി? ഇത് കണ്ടോ? ചാടിക്കോ, ജമ്പ് ചെയ്യോ. എക്സസൈസ് ആവട്ടെ, ചാടിക്കോ. ചിക്കു പിടിച്ചോ, ഓടിപ്പോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഇന്നത്തെ കളികളും ചിരിയും ഒക്കെ ആയിട്ട്. ഇനി മോൻ കുറച്ച് നേരം കളിച്ച് കിടന്ന് ഉറങ്ങിക്കൊള്ളും കേട്ടോ. അപ്പോൾ താഴെ ഇട്ടു. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.
എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ. അപ്പോൾ നാളെ ഒരു വീഡിയോ ആയിട്ട് വരാം. ബൈ.